Annie's Kitchen. Let's cook with love. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് എന്താ പറയുക, സ്പെഷ്യൽ റെസിപ്പീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, റെസിപ്പിയെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട്, ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓണക്കാലമാണ് അല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനും വിചാരിച്ചു ഒത്തിരി പച്ചക്കറി ആയിട്ട് ഞാനും ഇറങ്ങാം, എന്നാൽ സദ്യയോ അല്ല. അപ്പോൾ എന്നാ കറി വെക്കാനാന്നുള്ള ഉദ്ദേശമല്ലേ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ വിഭവസമൃദ്ധമായ സദ്യ എന്നാ പറയുക. അതേപോലെ എല്ലാ വെജിറ്റബിൾസും ഒന്നടങ്ങിയിട്ട് ഒരു ഡിഷ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതും ഒരു വ്യത്യാസമല്ലേ. എല്ലാ പ്രാവശ്യവും തിന്നുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓരോ വിഭവത്തിനും അതിൻ്റേതായ രുചിയും അതിൻ്റേതായ കൾച്ചറും ട്രഡീഷനും ഒക്കെ ഉണ്ട്. പക്ഷെ മലയാളികൾക്ക് ഈ പച്ചക്കറിയായിട്ട് മുന്നേ വന്ന് നിന്നാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പക്ഷെ നമ്മുടെ നാടൻ പച്ചക്കറി വെച്ച് വെച്ചല്ല, കുറച്ച് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് വെച്ച് വെച്ചാൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നറിയാം. ഇപ്രാവശ്യം നമ്മുടെ അടുക്കളയിലുള്ളതിൽ ഒരൊറ്റ വെജിറ്റബിളെ നമ്മുടെ സ്ഥിരം അടുക്കളയിൽ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കരുതേണ്ട കാര്യമാണ് ഈ ഒരു കറി വെക്കാനായിട്ട്. എന്നാൽ നമ്മൾ വരുന്ന ഗസ്റ്റിനെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന സാധനം വെച്ചൊന്ന് പ്ലീസ് ചെയ്യാണ്ടെന്നും വിചാരിച്ചു. ആനീസ് കിച്ചണിൽ വരുമ്പോൾ എപ്പോഴും വെറൈറ്റി ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയ കാര്യങ്ങൾ ഇപ്രാവശ്യം നമ്മൾ സഹകരിച്ചേ പറ്റത്തുള്ളൂ. വേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് കരുതേണ്ടതാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോണേ. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്. ഇനി വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇത് പച്ചമുളക് പേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം പേസ്റ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും നമ്മുടെ ചോപ്പറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേച്ച് അതിന് 1 ടേബിൾ സ്പൂൺ ഇട്ടേച്ചാലും മതി. അപ്പം പേസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം, ചോപ്ഡ് ആണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം. നമുക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇന്ന് 2 ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് സുക്കീനിയാണ്. ഇത് കുറച്ച് ക്യാരറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് ഒരൊറ്റ വെജിറ്റബിൾ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥിരം കാണുന്നത്. പിന്നെ ഉള്ളത് ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കം എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ടൂട്ടി ഫ്രൂട്ടി പോലെ അരിഞ്ഞെന്ന് ചോദിച്ചാൽ അരിഞ്ഞു പോയി, ഇപ്പം എന്നോ ചെയ്യാൻ നോക്കും. പിന്നെ ഇത് കുറച്ച് ബേബി കോൺ ആണ്. ബേബി കോണും നമ്മൾ അരിയുമ്പോൾ എപ്പോഴും ഈ ക്യാരറ്റിൻ്റെ ഷേപ്പിന് അരിയാവുള്ളൂ. എനിക്ക് പറ്റിയ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ നിങ്ങൾക്ക്. മഷ്റൂമിൻ്റെ ഷേപ്പ് കറക്റ്റാണ്. ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഇടാം, അതല്ല ഹാഫ് പോർഷൻ ആണെങ്കിൽ അങ്ങനെ ഇടാം. ഇത് എല്ലാം ബോയിൽഡ് ആണ്. പിന്നെ കുറച്ച് ബ്രൊക്കോളി. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. പിന്നെ ബട്ടർ വേണം, കുറച്ച് മൈദ, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. ഇത് എന്താ അറിയോ, ആംചൂർ പൗഡർ. അത് മാങ്ങ ഉണക്കി പൊടിച്ചെന്ന് പറയില്ലേ, അതാണ്. പിന്നെ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ വേണം. അപ്പോൾ സാധാരണ നമ്മൾ എന്നാ ചെയ്യുന്നത്, കരി എന്താ പറയുക, കൽക്കരിനെ നമ്മളൊന്ന് ചൂടാക്കി അതിനകത്ത് ഒരു പാത്രത്തിൽ വെച്ച് നെയ്യ് ഒഴിച്ച് അടച്ചു വയ്ക്കുകയല്ലേ ചെയ്യുക. ഇത്രയും മെനക്കെടാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് ബ്ലാക്ക് സോൾട്ട് അങ്ങിടും, ഇന്ദുപ്പില്ലേ അതങ്ങിടും. അപ്പോൾ ആ ഒരു കുറച്ച് സ്മോക്കി ഫ്ലേവർ വരും, ഒത്തിരിയല്ല. പിന്നെ ഈ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി അതിൻ്റെ ഉപ്പ് രസം കൂടുതലാണ്. അപ്പോൾ മറ്റേ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയേച്ച് വേണം ഇതിനങ്ങോട്ട് ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതാണ്, പിന്നെ ഉപ്പ്. ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തന്തൂരി സോസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനവും. പക്ഷെ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ എക്സ്പെക്ട് ക്യാരറ്റ്. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ റൈസാണ് ചെയ്യുന്നത്, സ്പിനാച്ച് റൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇതും നമുക്ക് വേണമെങ്കിൽ സോസിന് ഉപയോഗിക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിയാം, അതല്ല നീളത്തിൽ അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് കുറച്ച് സ്പിനാച്ച് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ തിളപ്പിച്ചേച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി കുറച്ച് ഇത് നാരങ്ങ നീരാ വേണ്ടത്. പിന്നെ വേണ്ടിയത് കുറച്ച് ബാസ്മതി റൈസ് വേവിച്ച് വെച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം പോയിട്ട് ഉപരി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാല്. അതിപ്പം ഏത് പാലായാലും പ്രശ്നം, അതായത് നമ്മുടെ സാധാ പശുവും പാല്. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് കുറച്ച് ചീസ്. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം
മാത്രം നമ്മൾ എടുത്താൽ മതി. കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമമൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എന്താ പറയുക സോട്ടാക്കി വെക്കണം. ആക്ച്വലി ഹൈ ഫ്ലെയിം ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലും ആവാം, പ്രശ്നമില്ല. ഇനി ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ആദ്യം നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഏതായാലും മതി, നമ്മൾ ഉപയോഗിക്കുന്ന ഏതായാലും, അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ബട്ടറും കൂടെ ഇടുവാണെങ്കിലുണ്ടല്ലോ ടേസ്റ്റ് ഇച്ചിരി മുന്നേ നിൽക്കും. ഇനി ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയുള്ളത് ഇടാം. അതുകൊണ്ട് ഞാനെന്നാ ആ അരച്ചത് തന്നെ അങ്ങ് ചേർക്കാം. മേടിച്ചതാണെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി ചേർത്താൽ മതിയേ. ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ പോയാൽ മതി. അരിഞ്ഞതാണെങ്കിൽ എല്ലാം കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ കണക്ക്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനൊരു റോ ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് ആ ബട്ടറിലൊന്ന് സോട്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ, പച്ചമുളക് പിന്നെയും പോട്ടെ, ആ വെളുത്തുള്ളിയും ഇഞ്ചിക്കാണ് ഏറ്റവും കൂടുതൽ കുത്തല ചൊവ്വ. അന്നേരം അതൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പച്ചയ്ക്ക് അരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം കേട്ടോ, ഈ പറഞ്ഞ പോലെ ഒറ്റ എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് ആ ക്രഞ്ചിനെസ് കളയാതെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. അവൻ പച്ചയ്ക്ക് അരിയുവാണെങ്കിൽ ആദ്യമേ ഇട്ടേച്ച് ഒന്ന് ആവിയേറ്റി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണെങ്കിൽ ചുമ്മാ എല്ലാം കൂടെ ഒന്ന് ഒറ്റയ്ക്ക് സോട്ട് ചെയ്ത ബട്ടറൊക്കെ ഒന്ന് കൂട്ടായി കഴിഞ്ഞാൽ മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് സുഗീനി ഇടുക. കുറച്ച് ക്യാരറ്റ്, ഇത് കുറച്ച് കോണാണ്. സുഗീനിയുടെ അബദ്ധം പറ്റി എന്നാന്ന് വെച്ചാൽ സുഗീനിയുടെ ആ തൊലിയും കൂടെ ഞാൻ ചെത്തിപ്പോയി, സോറി. പക്ഷെ ചെയ്യാതിരുന്നുള്ള ഗുണം എന്നാണെന്നറിയാവോ, കുറച്ച് കളർഫുള്ളായിട്ടിരിക്കും. ഇപ്പം ഞാൻ ഇട്ടത് മറ്റേ ബെൽ പെപ്പേഴ്സ്, അതായത് പച്ച ഉണ്ട്, റെഡ് ഉണ്ട്, അതിൻ്റെ കൂടെ യെല്ലോയും ഉണ്ട്. ഇപ്പം ഇടുന്നത് മഷ്റൂം ആന്നു. ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രോക്കലി. പച്ചക്കറിയുടെ ഉപ്പൊന്ന് നോക്കിയേക്കുക, ഉപ്പ് എത്ര വേണം എന്നുള്ളത് ഇട്ടാണ് വേവിക്കുന്നത്, പക്ഷെ എന്നാലും ഒന്ന് നോക്കിയേക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് കൂടി ഇടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാൻ വെജിറ്റബിൾസ് എല്ലാം പുഴുങ്ങിയതുകൊണ്ട് ഒരുപാട് ഞാനിട്ട് ടോസ് ആക്കുന്നില്ല, കാര്യം അതങ്ങ് ഉടഞ്ഞു പോവും. നമുക്ക് ആ ഗ്രേവിക്കകത്ത് വെജിറ്റബിൾസ് കാണണം. അപ്പോൾ ഇത് ഓഫ് ആക്കിയിട്ട് നെക്സ്റ്റ് ഗ്രേവി ഉണ്ടാക്കാൻ പോവാണേ. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഒരിച്ചിരി കൂടുതൽ വേണം. ബട്ടർ ഉരുകുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ എന്നാന്ന് വെച്ചാൽ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ച് മൈദയും ബട്ടറും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഗ്ലൂട്ടൻ അലർജി ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, കോൺഫ്ലവർ ഉപയോഗിക്കാം. ആ മൈദയുടെ ഒരു പച്ച ചുവ പോത്തില്ലേ, അതുവരെ ഒന്ന് മൂപ്പിക്കുക. അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മുടെ മൈദ ഒക്കെ ഇങ്ങനെ മണ്ണ് പോലെ പിരിപിരിപിരാ വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ ആവുമ്പത്തേന് നമുക്ക് പാലൊഴിക്കാം. പാൽ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പാലായാലും, തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് സോസ് ആകുമ്പോൾ എപ്പോഴും ആ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യും വേണം. അപ്പം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പാലാണ്. കുറേശ്ശെ വീതം അതിനകത്ത് ആ നമ്മൾ ചേർത്തിരിക്കുന്ന മൈദ ഒരുപാട് കട്ട കെട്ടാതെ സ്ലോലി പാല് ചേർക്കാം. നമുക്ക് ഇതെന്നാന്ന് വെച്ചാൽ മൈദ ഒരിക്കലും കട്ട കെട്ടാതെ വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അതിന് ഈ തവിയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഏതാണെന്നറിയോ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ അല്ലേ. അപ്പം ഈ തവിയിട്ട് ഇളക്കുവാന്നേൽ നമുക്ക് ആ കട്ട ഒട്ടും കെട്ടുകയില്ല. ഒന്നാമതേ മൈദ ചൂടാവുക, പാലൊഴിച്ച് ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് അതങ്ങ് കട്ട ആയിപ്പോവും.
അപ്പോൾ അതിന് മുമ്പേ ഇതൊന്ന് ഇളക്കി തുടങ്ങുവാന്നേൽ നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആ വൈറ്റ് സോസ് ആക്കി കിട്ടും. ഇപ്പം നമ്മുടെ സോസ് കട്ടിയായി തുടങ്ങി. അപ്പം ഈ സമയത്ത് ട്രൂലി ഓപ്ഷണലാണ് ഈ പറഞ്ഞ പോലെ ചീസ് എന്നുള്ളത്. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പോഴും പറഞ്ഞു, അല്ലാത്തപ്പോഴും പറഞ്ഞു. ട്രൂലി ഓപ്ഷണലാ, മസ്റ്റല്ല. പക്ഷേ ചീസ് ഇടുവാണെങ്കിലുണ്ടല്ലോ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇതിടാം, അല്ലെന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസസ് ഇട്ടാലും മതി. ഞാൻ ആ ചീസ് സ്ലൈസസ് എടുക്കാം. ചീസ് ഇടുന്നോണ്ട് പിന്നെ സോസിനകത്തോട്ട് ഉപ്പിടണ്ട, നോക്കിയേക്കണേ. ചീസിന് ബേസിക്കലി ഒരു ഉപ്പുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് തീ ഞാൻ കുറച്ചു. ചീസ് മെൽറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ആ പൗഡർ എല്ലാം കൂടി ഇടാൻ പോവാ. ഏതാ? മഞ്ഞപ്പൊടി, മുളക് പൊടി, അതെല്ലാം ഉണ്ടല്ലോ. ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ആ തന്തൂരിയുടെ ഫ്ലേവർ വരാൻ മാത്രം ഇട്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ തന്തൂരി മസാല കിട്ടും, അത് ചേർത്താലും മതി. കുറച്ച് മുളക് പൊടി, ഇതൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. തീ ഒന്ന് ഓഫ് ആക്കിയേക്കാം, കാണും നടി പിടിച്ചാൽ തന്നെ എടുക്കും. എല്ലാ പൊടിയും, ഞാൻ പറഞ്ഞ എല്ലാ പൊടിയും ഇതിനകത്ത് ഇടുക. മല്ലിപ്പൊടി, ജീരകപ്പൊടി ഒരു ശകലം, ആംചൂർ പൗഡർ. ഏറ്റവും എളുപ്പം ഇത്രയും മെനക്കെടുന്നതിനേക്കാട്ടിലും നമ്മളൊരു തന്തൂരി പൊടി മേടിച്ചാൽ മതി. ബാക്കി തന്തൂരിയുടെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പൊടിയുടെ കാര്യം മെൻഷൻ ചെയ്യാഞ്ഞേ. ചീസിൽ ഉപ്പുണ്ട്, ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല, വെജിറ്റബിൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഞാൻ ഇനി ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ബ്ലാക്ക് സോൾട്ട്. ഇതിന് ഉപ്പ് രസം കൂടുതലാണ്, അപ്പോൾ നോക്കി വെച്ച് വേണം ചേർക്കാൻ. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കസൂരി മീറ്റ്. ഇതിന് കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പിനാച്ച് റൈസാണ്. അതും ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോസ് നല്ല കുറുകി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പിനാച്ച് റൈസാണ്. അതിന് അടുപ്പ് കത്തിക്കുക, ഈ പറഞ്ഞ പോലെ ബട്ടർ ചേർക്കുക. എപ്പോഴും എന്താ പറയുക, ബട്ടർ റൈസ്, കൊറിയൻഡർ, മല്ലിയില ചോറ്, ഇതൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ബട്ടർ ചേർക്കുന്ന ഏറ്റവും നല്ലത്. അതല്ല റിഫൈൻഡ് ഓയിൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ബട്ടറിൻ്റെ ഫ്ലേവർ വേറെ ഒന്നിനും വരികയില്ല, ആ ടേസ്റ്റും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളി, ഒരു റൈസിന് വേണ്ട സാധനമാണ്. കൈക്കണക്കാ, സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കിട്ടും. അതിൻ്റെ കുത്തൽ വരാനും പാടില്ല. ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർക്കുവാണേ. അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് ഉള്ളി, എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർത്തോണം. റൈസും ഉപ്പിട്ടാ വേവിച്ചേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ആ ഉള്ളിക്ക് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടായോ. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ആ സ്പിനാച്ച് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുക. സ്പിനാച്ചും ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചേച്ച് വെച്ചതാ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാൽ ഒരു ഇച്ചിരി ഒരു റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുക. ഒത്തിരിയല്ല, ഒരു പിഞ്ച്. എൻ്റെ ഈ 3 വിരലിൽ നിന്ന് കിട്ടുന്ന അത്രേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഇതിനകത്തോട്ട് നമ്മുടെ ഈ അരി അങ്ങ് ഇടുക. ചോറ് ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും.
അപ്പം ഇതിൽ ചോറ് ഏതാ ഇല ഏതാന്ന് അറിയാനൊക്കത്തില്ല. അതും പച്ച, എല്ലാം പച്ച. പുളിരസം, നാരങ്ങാനീര്. ഇച്ചിരി കൂടി ചോറ് വേണമെങ്കിൽ ഇടാം, ഒരു ശകലം. കാരണം ആ ഗ്രേവി നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഇലയുടെ എല്ലാം കൂടെ ഒരു ഗ്രേവി കുറച്ച് ഉണ്ട്. അന്നേരം കൂട്ടി ചെയ്യാൻ ഇനിയും കുറച്ചുകൂടെ റൈസ് ഇടാം. ചോറ് ഓൾമോസ്റ്റ് നല്ലോണം ഡ്രൈ ആവണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പിനാച്ച് റൈസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ആ ഗ്രേവി നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഗ്രേവിനകത്തോട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചേർക്കാൻ പോവാം. ഈ ഗ്രേവി ഉണ്ടാക്കിയ സമയത്ത് നമ്മളെല്ലാ പൊടിയും കുരുമുളകും എല്ലാം ഇട്ടില്ലേ, ചീസും ഇട്ടു. എന്നാൽ വൈറ്റ് സോസിന് ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചീസിൻ്റെ കൂടെ ചേർന്ന് പോകുന്നത് ഒറിഗാനോ, റെഡ് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയുമാണ്. ഈ ഒറിഗാനോ ഇടാൻ പറ്റത്തില്ല, തന്തൂരി സോസാണ്. ഇപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം. അതിൻ്റെ കൂടെ ഇച്ചിരി ആ ഒരു ടേസ്റ്റ് നമുക്കൊന്നും തോന്നിയില്ല, അയ്യോ ഇത്രയും പൊടിയൊക്കെ ചേർത്തിട്ടും ഇതിനെന്നാ ഒരു രുചിയില്ലാത്ത എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ആ രുചി ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇത് ഗ്രേവി കുറച്ച് തിക്കാന്നു, ഞാനൊരു ഇച്ചിരി പാലൊഴിക്കുക. ഒത്തിരി അല്ല, ആ ഗ്രേവി ഒന്ന് ലൂസാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ വെജിറ്റബിൾസ് ചേർക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ വൈറ്റ് തന്തൂരി സോസ് ആൻഡ് സ്പിനാച്ച് റൈസ്. ഈ ഒരു ഡിഷ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ആ ഷെഫ് പ്രസന്റ് ചെയ്ത് തന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒരു പാത്രമുണ്ട്, നമ്മുടെ ഒരു തൊപ്പി എന്ന് പറയില്ലേ, വെറും ഹാറ്റ് അല്ല, പണ്ടത്തെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹാറ്റ് ഇല്ലേ, ആ തൊപ്പിയുടെ ഷേപ്പ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ബൗളുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ബൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ റൈസ്, അതിന് വേണ്ടിയ സോസ് അങ്ങനെ എടുത്തേ കഴിക്കാവുള്ളൂ. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഗസ്റ്റ് ആരെന്നല്ലേ, വേറെ ആരുമല്ല, ഇന്ന് ശിവതയാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ, ഓണക്കാലം അല്ലേ, ഈ പറഞ്ഞ പോലെ സകല പച്ചക്കറിയും പടവലങ്ങ മുരിങ്ങയ്ക്ക സാമ്പാർ, അതല്ല, കുറച്ച് ഡിഫറെൻറ്റ്. അതാണ് ആനീസ് കിച്ചൺ അല്ലേ. അപ്പം നമുക്കൊരു കുറച്ചൊരു ബ്രേക്കിന് ശേഷം വിത്ത് എ ഗുഡ് പ്രസൻറ്റേഷൻ, ഹോപ്പ് സോ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ I'll do it. നമസ്തേ, ഇരിക്കണ്ട. ഓക്കെ, ഞാൻ എന്തായാലും താങ്കളെക്കാട്ടിലും ചെറുതല്ലേ, ആഫ്റ്റർ ലോങ് ടൈം. അതായത് സത്യം പറഞ്ഞ കല്യാണങ്ങൾക്കാ കൂടുതലും നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഹായ് നമസ്തേ ഇത്രേ ഉള്ളൂ. ആ ബഹളത്തിനിടെ എന്നാ വർത്താനം പറയാനോ അല്ലേ? എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത മൂവിക്ക് വല്ല ബിസിയാന്നോ, അതോ കൊച്ചിയിലുണ്ടായിരുന്നോ? ഇല്ല, ചെന്നൈയിലായിരുന്നു. 2 പ്രോജക്ട്സ് ഇപ്പൊ തീർന്നു, റിലീസ് ആവാനിരിക്കുന്നു. ഇപ്പൊ ചെയ്ത് പ്രേം സാറിന്റെ 96 മൂവി, ആ ഡയറക്ടറിന്റെ ഫഹദിന്റെ കൂടെ ഒരു മൂവി. അത് അല്ല, തമിഴ്. ഇതന്നെ മലയാളത്തിൽ നമ്മളെല്ലാരും ഈ മലയാളത്തിൽ കണ്ടേച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തമിഴിലാന്ന് ബിസി ആയിരിക്കും. ഇല്ല, തമിഴാണ് കൂടുതൽ. മലയാളം കേൾക്കേണ്ട സ്ക്രിപ്റ്റ്, പക്ഷെ ഒന്നും സെറ്റായി വരുന്നില്ല. അതെ. ഓ അത് ശരി. അപ്പം മിക്കവാറും മലയാളം ഒക്കെ വിട്ട് മലയാളി പെങ്കൊച്ച് തമിഴിലോട്ട് കയറുവാ? അങ്ങനെയൊന്നുമില്ല, മലയാളത്തിൽ നല്ല വന്ന എന്തായാലും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു ശിവതയ്ക്ക് ഫിലിമിലേക്ക് ചെയ്യാനൊക്കെ? ഞാൻ അങ്ങനെ ഒരു സാധനമേ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ചെറുപ്പം പോലെ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സിനിമയിലേക്ക് വരുന്നുള്ളത്. എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വേണ്ട പഠിത്തം, കാരണം വീട്ടില് ഭയങ്കര ഒരു എഞ്ചിനീയർ കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട. അല്ല, അച്ഛനും ചേച്ചിയും ഒക്കെ, ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ എഞ്ചിനീയർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായാലും. പഠിക്കുക, ഗ്രാജുവേഷൻ 5th സെം ആയപ്പോഴത്തേക്ക് ജോലിയൊക്കെ മേടിക്കുക. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ. അപ്പൊ ഇത്
ഞാൻ വിജയ ആയിരുന്നു ചേച്ചി. അപ്പൊ വിജയ ആയിരുന്നപ്പോ എനിക്കിങ്ങനെ എന്റെ ലൈവ് ഷോയിലായിരുന്നു കുറെ സിനിമകൾ റിലീസ് ആവുന്ന സമയത്ത് ഡയറക്ടേഴ്സും ക്രൂവും വന്നിരിക്കും, കാസ്റ്റും. അവരോട് പ്രൊമോഷനായിട്ട് അപ്പൊ അവരോടൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കൊള്ളാലെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് അത്രയും ദിവസം വന്നോണ്ടിരുന്ന പിന്നെ ആരും വിളിക്കാണ്ട്. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ വിട്ടിട്ട് ഇതിന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ കുറെ ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓഡിഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് അവരാ പ്രൊമോഷൻ വന്ന് ഇന്റർവ്യൂ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു നോക്കിയാലോ അങ്ങനെ ഒരു ചിന്തയിൽ തുടങ്ങിയതാണ്. അപ്പൊ ഡാൻസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഉണ്ട്, അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ലാസിക്കലാണ്. അത് കാരണം ഒരു 14 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ജനുവരിയിൽ പത്മനാഭന്റെ അമ്പലത്തിൽ കളിച്ചു. കുഞ്ഞുണ്ടായ പിന്നെ കല്യാണത്തിന് ശേഷം ഒന്നും കളിച്ചിട്ടില്ല, ഭയങ്കര ബ്രേക്ക് ആയിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ പഠിച്ചത് സുധ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാലടിയിൽ, അവിടെയായിരുന്നു ഒരു 15 years പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു നമ്മൾ മറ്റേ മാവേലിനെ പോലെ ആയിരുന്നു, വർഷത്തിൽ ഒരിക്കലും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യും തിരിച്ചു വരും. പിന്നെ ചെന്നൈയിൽ ധനഞ്ജൻ സാറിന്റെ അടുത്ത് അവിടെ പഠിച്ചു. പിന്നെ ഇപ്പൊ ഇവിടെ ശ്യാമള ആന്റി ധരണി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൊച്ചിയിലോ? കൊച്ചിയിൽ. മോൾക്കും പഠിക്കണ്ട? മോള് പഠിക്കണ്ട്, പക്ഷെ മോൾക്ക് കൂടുതൽ സിനിമാറ്റിക്കിനോടാ. ഞാനല്ല കേട്ടോ പഠിപ്പിക്കുന്നത്, കാരണം ഞാൻ ഇരിക്കില്ല. ഇല്ല, അനുസരണയില്ല. ഇല്ല, വെറുതെ എന്തിനാ ശത്രുതയാവണ്ടല്ലോ. അതെ. അപ്പൊ അല്ല, പക്ഷെ ആൾക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോ ഞാൻ ഈവൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പോലും വീക്കിലി ഒരു 3 days എങ്കിലും എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ ആൾക്ക് ആ മേക്കപ്പ് ഇടുന്നതും ഞാൻ ആ എഫേർട്ട് ഇട്ടത് കണ്ടിരുന്നു. കാരണം ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്കായിട്ട് പോലും ഞാൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചിവിടെ വന്ന് പത്മനാഭന്റെ അമ്പലത്തിൽ മേക്കപ്പ് ഒക്കെ ഇടാൻ ആൾക്കും ഇഷ്ടം. പെൺകുട്ടിയല്ലേ? അങ്ങനെ പറയാനില്ല, അമ്മയുടെ ഒരു ചെറിയ ജീൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആളും പഠിക്കുന്നൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോഴും ആ ഒരു ടെൻഷൻ, ഞാൻ അഭിനയിക്കാൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഞാൻ കുറെ ഓഡിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ പറഞ്ഞ ഞാൻ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നടന്നില്ലായിരുന്നു. കിട്ടിയില്ലായിരുന്നു. അപ്പൊ അവസാനമാണ് കേരള കഫേയിൽ വന്നത്. അന്ന് ആകെ ഒരു എനിക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ, ശ്രീനിവാസൻ സാറിന്റെ കൂടെയായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നപ്പോ എനിക്ക് ടെൻഷനായിരുന്നു, നല്ല. ഇപ്പോഴും അതേ ചേച്ചി, ഒരു സെറ്റിൽ പോകുമ്പോ ഫസ്റ്റ് ഡേ നമുക്ക് ടെൻഷനാ, പിന്നെ ഒന്ന് സെറ്റായി വരണവരെ. പക്ഷെ എനിക്ക് തമിഴിൽ കൂടുതൽ തോന്നിയൊരു കാര്യം കേട്ടോ, തമിഴില് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടാവും. അപ്പൊ മുന്നേ കൂട്ടി നമുക്ക് ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ മൊത്തം അറിയാം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറ്റേതെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നേരിട്ട് ഒരു സെറ്റിൽ പോകുമ്പോൾ നമുക്കൊരു ഒബ്വിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു ദിവസം കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും. പക്ഷെ എന്നാലും നമ്മൾ തമിഴിൽ പോകുമ്പോൾ ഈ ഇരുന്ന് മേ ബി ഒരു 2 or 3 days ഇരുന്ന് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ ഇരുന്ന് നമ്മൾ ആ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇവിടെയും ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാരെ അറിയാം, നമ്മള് വിഗറ്റ് നോയിച്ചത്. അപ്പൊ നമുക്കൊരു ഇത് തോന്നില്ല. സ്ക്രിപ്റ്റ് റീഡിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റും ക്യാമറ ഉണ്ടാവും, ഡയറക്ഷൻ ടീം ഉണ്ടാവും, എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചൊരു അപ്പൊ ഓരോരുത്തരുടെ ഇൻപുട്സ് പറയും. അങ്ങനെ ഉണ്ടായിരുന്നു. ചില മൂവീസിന് അവർ സീൻ ചുമ്മാ ഇരവക്കാലം എന്നൊരു മൂവി ചെയ്തു S.J. സൂര്യ സാറിന്റെ കൂടെ. അപ്പൊ അതിനകത്ത് ഡയറക്ടർ, ക്യാമറാമാൻ, ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സീൻ റിഹേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് സാറ് ഇങ്ങനെ പറയാം, അങ്ങനെ പറയാം, എന്നിട്ട് നമ്മൾ ചെയ്തു നോക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫാമിലി സപ്പോർട്ട് എങ്ങനെയുണ്ട് ശിവതയ്ക്ക് ഫിലിമിലേക്ക് വരാൻ? ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു, ഇല്ല. ആക്ച്വലി ബിഫോർ മാരേജ് ആണ് വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മയായിരുന്നു അന്നും ഇന്നും അഗെയിൻസ്റ്റ് അല്ല, കൂടെ നിഴല് പോലെ നിന്നിരുന്നത്. അച്ഛന് തീരെ താല്പര്യം ഉണ്ടായില്ല, സത്യം പറയാം. അച്ഛന് തീരെ താല്പര്യം ഉണ്ടായില്ല. അതും പ്രത്യേകിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി കിട്ടിയിട്ട് പോയില്ല, 2 ജോലി. അതെ, അച്ഛനും എഞ്ചിനീയർ ആണ്. അപ്പൊ എന്നിട്ട് പറയും പൈസ കൊടുത്ത് പഠിപ്പിച്ച് ജോലി കിട്ടി, എന്നിട്ട് അതിന് എന്നിട്ട് എന്നോട് ചോദിക്കും എന്തിനാ നീ 4 കൊല്ലം കളഞ്ഞു. ഞാൻ എനിക്ക് ആക്ച്വലി എഞ്ചിനീയറിംഗ് ചേരാൻ താല്പര്യം ഉണ്ടായില്ല, എനിക്ക് വല്ല ഡാൻസ് കോഴ്സ് ആയിട്ട് എടുക്കണമെന്നായിരുന്നു. അപ്പൊ ഇവരുടെ നിർബന്ധത്തിന് ഞാൻ പോയത്. പക്ഷെ ഞാൻ പഠിക്കാൻ ചെയ്തു കേട്ടോ, അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയും ചെയ്തു. അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാ 4 കൊല്ലം കളഞ്ഞു. ഞാൻ എന്തിനാ നിങ്ങൾ എന്റെ 4 കൊല്ലം തിരിച്ചാണ് ചോദ്യം. ആ ഒരു കാര്യത്തിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് ഇപ്പൊ കൂടെ ഒരാളുണ്ടെന്ന്. അപ്പൊ അച്ഛനും ആദ്യം ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, അച്ഛൻ അങ്ങനെ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്ത് ഒരു ഏർണിംഗ് ഇല്ല, ഒന്നുമില്ല. ആ ഒരു നമ്മുടെ പ്രൈം ടൈമിൽ ഇപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അമ്മ പോക്കറ്റ് മണി തരുമായിരുന്നു, ചേച്ചി പോക്കറ്റ് മണി തരുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ അമ്മയൊക്കെ തരേണ്ട എവിടെ നിന്ന്? അച്ഛൻ്റെ അടുത്ത് തന്നെ. അച്ഛൻ കട്ടയ്ക്കൊരു നോ പറയില്ല, ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. എന്നിട്ടും ഹീ സെഡ്, അച്ഛൻ വിളിച്ച് രാവിലെ പോയാ ഓക്കെയാ, എത്തിയോ, ഓക്കെയാ, ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ നോ എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ. പക്ഷെ ഫസ്റ്റ് മൂവി ഒന്നായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഈ സ്റ്റാൻഡ് സ്റ്റിൽ എല്ലാവരുടെ ജീവിതത്തിന് വരും. നമ്മൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇവിടെ തന്നെ നിൽക്കണമെന്ന് നമ്മള്
Each and every man faces that. ഭയങ്കര ഞാൻ ഭയങ്കര റിബലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോഴേ അവസാനം ഇന്ന് കെട്ടിച്ച് വിട്ടാലോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ആലോചനകളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓക്കെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത സമയത്താണ് എനിക്ക് മലയാളത്തിൽ നിന്ന് സുദീപാത്മികം വരുന്നത്. ഫിക്സ് ചെയ്ത എൻഗേജ്മെന്റ് ഇന്ന ഡേറ്റ് ആണ്. അപ്പൊ സുദീപാത്മികം വന്നു, അഭിനയിച്ചു, പടം ഹിറ്റായി. ആ പടം ഹിറ്റാവുന്ന സമയത്ത് എന്റെ കല്യാണം. പക്ഷെ ഇപ്പൊ അച്ഛൻ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ്. ബിക്കോസ് ചെല്ലുമ്പോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ ഇപ്പൊ ശിവതയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്, അച്ഛന്റെ പേരിലല്ല. അല്ല. അപ്പൊ പിന്നെ എന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കലൊക്കെ കാണുമ്പോൾ ഇപ്പൊ അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ മോളാണ് അറിയില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് ചോദിക്കുന്നത്. പ്രൗഡ് അല്ലേ? അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ആദ്യം എതിർപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സപ്പോർട്ട്. ഭയങ്കര സപ്പോർട്ടാണോ? എൻ്റെ അടുത്ത് എനിക്കൊരു സമയത്ത് പേടിയായിരുന്നു വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ പടത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടായിരുന്നു പടം റിലീസ്. പടം ഭയങ്കര ഗംഭീര ഹിറ്റ്. ഞാൻ പക്ഷെ അത് എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഒറ്റ ഇന്റർവ്യൂ സുദീപാത്മികത്തിന്റെ സമയത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയി തമിഴിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞ് പിന്നെ വന്നു. കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ആരെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും അയ്യോ ശിവത കല്യാണം കഴിക്കാൻ പോണോ, ഇപ്പൊ നെടുഞ്ചാല ഹിറ്റാ ഇത്, അയ്യോ ഇങ്ങനെ ഈ സമയത്ത് പീക്ക് സമയത്ത് ഇങ്ങനെ എനിക്കൊരു ടെൻഷൻ വന്നിട്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കല്യാണം മാറ്റി വെക്കണം. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല കരിയറിന്റെ ഇതില്, ധൈര്യമായിട്ട് പൊക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. അത് വാക്ക് ഇപ്പോഴും പാലിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് സമയത്ത് എനിക്ക് സ്ട്രെയിൻ കൂടുതലാണ്. പക്ഷെ അവൾ എന്റെ സ്ട്രെയിൻ കാണുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണ് എന്നെ സ്ക്രീനിൽ കാണാനായിട്ട്. പിന്നെ എന്റെ സിനിമകളൊക്കെ മുടങ്ങാണ്ട് കാണും. ഞങ്ങൾ തിയേറ്ററിൽ പോയി, ഞാൻ ആദ്യം പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ക്രിറ്റിസിസം ഭയങ്കര ഈ പ്രായത്തിലോ? ഞാൻ ചോദിക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ട്രോളും ചേച്ചി. ഞാൻ പറയില്ല, ലാസ്റ്റ് ഒരു പടം കൊച്ചു നാടൻ കെടുത്തു. അയ്യോ ചില സമയത്തൊക്കെ കാണാം, എന്തെന്നാ ഇങ്ങനെ കാണും, എന്തെന്ന് സിനിമ അഭിനയിച്ച് വെച്ചേക്കണേ എന്നൊക്കെ ചോദിക്കും. അല്ല പക്ഷെ ചില സമയത്ത് മോശമല്ലല്ലോ. ഇല്ല, ഷീസ് ലൈക്ക് ഭയങ്കര ഒബ്സർവിംഗ് ആണ് ആള്. ഞങ്ങൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ വയലൻസ് ഇല്ലാത്തതാണ്. എന്റെ വയലൻസ് സിനിമ അവള് കണ്ടിട്ടുണ്ട്, പക്ഷെ അതില്ലാത്തതാണെങ്കിൽ ഇവളെയും കൊണ്ടുപോകാനായിട്ട് നോക്കും. കുഞ്ഞിനെ മുതൽ വരുന്നുണ്ട് എന്റെ കൂടെ സെറ്റിൽ 2.5 മാസം മുതൽ വന്നു തുടങ്ങിയത്. അപ്പൊ പിന്നെ ആൾക്ക് ഫിലിമിലേക്ക് കയറുമോ? ഞാൻ ആകെ പറഞ്ഞുള്ളൂ പോണെങ്കിൽ ഞാൻ എതിർപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊരു പഠിത്തം കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് വേറെ ഒന്നും ബാക്കപ്പിനല്ല, എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ കുറെ പേരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് ലൈഫിൽ ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാണ്ടിരിക്കാനും ഇന്ന ആൾക്കാർ ഇത്രയും പേരെ നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ജീവിക്കാൻ പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഡിഗ്രി വേണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ബാക്കിയുള്ള ആൾക്ക് എന്താ താല്പര്യം? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അമ്മമാര് ഇങ്ങനെ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി എങ്കിലും എടുക്കുക എന്നുള്ളത്. മറ്റേ അങ്ങനെയല്ലല്ലോ, അറ്റ്ലീസ്റ്റ് എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എനിക്ക്. കാരണം എന്റെ ജീവിതം 4 ഉണ്ട്. That's why I use the word backup. ഞങ്ങളുടെ ജനറേഷനിൽ അതായിരുന്നു, പഠിച്ച് എന്തെങ്കിലും ഒക്കെ ഇതില്ലെങ്കിൽ ജീവിക്കണ്ടേ എന്നുള്ളൊരു ഡയലോഗ് ചോദിക്കും ചേച്ചി. ആണോ ഇതില്ലെങ്കിൽ? പക്ഷെ ഞാൻ പറയും ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം പടങ്ങൾ വരുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ബിസിയാണ്. പടം ഇല്ലെങ്കിലും ഞാൻ യോഗ ഉണ്ട്, ഡാൻസ് ഉണ്ട്. എനിക്ക് ചില സമയത്ത് സമയം തികയുന്നില്ല എന്നാണ്. മോളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. ആൻഡ് മോറോവർ ഇപ്പം എനിക്കൊരു ഓൺലൈനിൽ ഒരു ചെറിയൊരു ജ്വല്ലറിയുടെ ബിസിനസ് ഉണ്ട്, അത് നോക്കണം. എനിക്ക് സമയം കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് എന്നാ പണി ചെയ്യണമെന്ന് അറിയാൻ മേലാതെ പലതും ചിന്തിച്ച് ആവശ്യമില്ലാത്ത വഴി പോകുന്ന ചിന്തിക്കാൻ സമയം കിട്ടില്ല. ചിന്തിക്കരുത്. എൻ്റെ ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്ന് ഞാൻ പറയുന്നത്, ഒന്നിനെയും പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് ദൈവം തമ്പുരാൻ തരരുത്. നമ്മളെ ഫുൾ ടൈം എൻഗേജ് ആക്കി വെച്ചാലേ വി ആർ ടു ബിസി വിത്ത് ദാറ്റ്. അപ്പൊ പിന്നെ മറ്റ് ആവശ്യമില്ലാത്ത ഡിപ്രഷൻ ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഡിപ്രഷൻ അത് ഇപ്പോഴത്തെ പിള്ളേർക്കും ഉണ്ട്. ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഹോം വർക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു ജയസൂര്യ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ജയസൂര്യ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞത് അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ, ഹോം വർക്ക് ശരിക്കും വർക്ക് ചെയ്തല്ലേ ജയസൂര്യയായിട്ട്. അപ്പം ആ പുള്ളിക്കാരുടെ ആ ഡെഡിക്കേഷൻ, ആ പാഷൻ, അതൊക്കെ എങ്ങനെ കുഞ്ഞ് എന്താ പറയുക, സിനിമയിൽ വന്ന സമയം തൊട്ട് എനിക്ക് ജയസൂര്യ അറിയാം. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമാണ് ജയസൂര്യക്ക് സിനിമ എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിന്റെ ഭാഗമാണത്. എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, വർത്താനത്തിൽ കൂടെയും പുള്ളിയുടെ വർക്കിൽ കൂടെ. എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ എങ്ങനെ? സുദീപാത്മികം സമയത്ത് അതിൽ വിക്കല പോലെയാണല്ലോ. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ട് നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ആ സീൻ പറയുന്നതെന്ന് വിചാരിച്ചത്. പക്ഷെ ആ നമ്മള്
ഓഫ് ദ സ്ക്രീനും മീറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് അമിക്ക് വരും. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്നെ കളിയാക്കുന്നതാണ്. ഈ 2-3 തവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇതിന് മുന്നേ പടം തുടങ്ങുന്നേക്കാളും മുന്നേ തന്നെ പുള്ളി എടുത്തൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു അത് ലൈഫിൽ അങ്ങ് ത്രൂ ഔട്ട് ആ പടം തീരുന്നതിനും വരെ അങ്ങ് ശീലാക്കാന്ന് വിചാരിച്ചു. എനിക്ക് മേ ബി അതായിരിക്കും തോന്നുന്നു. എനിക്ക് സംസാരിച്ചു വരുമ്പോഴേ അപ്പൊ ഞാൻ ക്യാരക്ടറിൽ വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചു. അതാണോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനിയും എന്നെ കളിയാക്കുന്നതാണോ എനിക്ക് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതേപോലെ മേരി ആവാസനോ ചെയ്ത സമയത്തും അത് ഒരു സീന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അതിന് മുന്നേ തന്നെയുള്ള പ്രിപ്പറേഷനും എന്നോട് സംസാരിച്ചു ആദ്യം പടം തുടങ്ങുന്നേക്കാൾ മുമ്പ്. കാരണം വൈഫിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഡയറക്ടറിന്റെ പറഞ്ഞു കൂടാണ്ട് നമ്മൾ പറയൂലേ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂടാണ്ട് കൂടെയുള്ള ആർട്ടിസ്റ്റിനെയും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ സജഷൻ തരും. അപ്പൊ എനിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇന്നും. അത് ബോഡി വൈസ് ആയാലും ശരി, ബോഡി വണ്ണം വെക്കുക കുറയ്ക്കുക എന്നുള്ള ആക്ടേഴ്സ് ചെയ്യും. ഒരാള് ഒരു ക്യാൻസർ പേഷ്യന്റ് ആകുമ്പോൾ എങ്ങനെയാവണം വണ്ണം കുറഞ്ഞ് അത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കുമ്പോഴാണ് അതൊക്കെ പുള്ളി അത് ഗംഭീരമായിട്ട് ചേഞ്ച് ആയിട്ട്. ശരിക്കും ഇപ്പൊ പറയത്തില്ലേ, നമ്മള് ലെജൻസിനോട് വർക്ക് ചെയ്യാലും ശരി, ഒരു നോർമൽ ഒരു ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാലും ശരി, അല്ലെങ്കിൽ ഹീറോസിനോട് നമ്മൾ ആരോട് വർക്ക് ചെയ്താലും ഈച്ച് ആൻഡ് എവറി പേഴ്സണിൽ നിന്ന് പഠിക്കാനൊരു ലെസൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവതയ്ക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം പേട്രിയോട്ടില് 2 സൂപ്പർ സ്റ്റാർസിനൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഹൗ ഇറ്റ് വാസ്. എനിക്ക് ആക്ച്വലി ലാലേട്ടനെ നമുക്ക് തന്നെ സെറ്റിൽ കണ്ടിട്ടില്ല. കൂടെയായിരുന്നു ജസ്റ്റ് ഒരു ദിവസത്തെ ഷൂട്ട്. അവർ ഹാഫ് അല്ല. എനിക്ക് ലാലേട്ടൻ്റെ തോന്നിയത് ഒരു ക്വാളിറ്റി, രാത്രി വെളുപ്പിന് വരെ ഷൂട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ പോയി കിടക്കുന്ന ഒരു സമയത്താണ്. പക്ഷെ നെക്സ്റ്റ് ഡേ 6 ഷൂട്ട് തുടങ്ങുന്നുണ്ട്. നമ്മളൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും പോയി മേക്കപ്പ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ലാലേട്ടൻ ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടാ തുടങ്ങല്ലേ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ സാധാരണ കണ്ടേക്കുന്ന തമിഴിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇരിക്കും. ഓൾഡ് ജനറേഷൻസ് അല്ല, ഇപ്പോഴത്തെ ഞാൻ പറയാം, എല്ലാവരും റെഡി ആയിട്ട് അവിടെ ഉണ്ടാവും. ഹീറോ വരാനായിട്ട് ലേറ്റ് ആവും, വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ. പക്ഷെ ഇത് അങ്ങനെയില്ല. ഫസ്റ്റ് പേഴ്സൺ ടു ബി ദേർ. അപ്പോൾ ജിത്തു സാർ പറയും ലാലേട്ടൻ അവിടെ റെഡി ആയിരിക്കും, നിങ്ങൾ വേഗം പോകണം എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റൻസ് ഒക്കെ നമ്മളിങ്ങനെ നമ്മളപ്പോൾ റെഡിയാവും. നമ്മൾ 6 എന്ന് പറഞ്ഞാൽ അവിടെ 5:50 എത്തുമ്പോഴത്തേക്ക് അവിടെ ലാലേട്ടൻ ഫുൾ സെറ്റഡ്. ഇതും കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ മോളന്ന് കുഞ്ഞിതാ, ഷീസ് ജസ്റ്റ് 1.5 years. അപ്പൊ ഇവിടെ എന്നെ ഉറക്കില്ല. ഞാൻ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയം അവൾ എഴുന്നേക്കുന്ന സമയം. അപ്പൊ അവളെയും കൊണ്ട് ഞാൻ ഓർക്കും അമ്മ ഇച്ചിരി നേരം ഉറങ്ങിക്കോട്ടെന്ന് വെച്ചിട്ട് ഞാൻ അവളെയും കൊണ്ട് വാക്കിങ്ങിന് പോകുമ്പോൾ ഷൂട്ടും കഴിഞ്ഞ് വന്ന ആള് ലാലേട്ടൻ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ബോക്സിംഗ് എന്തോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറെ ഇവരായിട്ട് പോകണം. അപ്പൊ ഞാൻ ഓർക്കും ഇദ്ദേഹത്തിന് ഉറക്കമില്ലേ. സിനിമ എന്ന് പറയുന്നത് മാത്രമാണ് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും. ശരിക്കും എനിക്ക് തോന്നുന്നു ശിവദ ഇസ് ബ്ലെസ്ഡ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സൈലന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ നമ്മളെ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ മോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരാളെ ഇരുത്തി പഠിപ്പിക്കുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. കറക്റ്റ്. ഒബ്സർവ് ചെയ്യുന്ന പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ കയറും. അതെ, മറ്റേത് അതല്ലല്ലോ, നമ്മൾ ബഗ്അപ്പ് ചെയ്യല്ലേ, ഒരു വേർഡ് വിട്ടുപോയാൽ പണി. അത് അല്ലേ, പിന്നെ വേറെ ആളെയും നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ പാടാ. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും അല്ലെ, ഇൻ വൺ വേ. ചില സമയത്ത് അത് പറയുന്ന രീതി പോലെ ഇരിക്കും. അത് കറക്റ്റ് ആണ്. എല്ലാവരെയും നല്ല രീതിയിൽ എടുക്കാൻ ഒക്കുകയല്ല. ത്രൂ എക്സ്പീരിയൻസ് അല്ലെ. ഹെൽത്തി ക്രിറ്റിസിസം ഇസ് ഫൈൻ, ഹെൽത്തി അഡ്വൈസ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷെ അതൊരാളെ ഡൗൺ ആക്കാൻ വേണ്ടി പറയും. കറക്റ്റ്. ഞാൻ അതിനെ എപ്പോഴും പറയാറുള്ള ഒരു ആളെ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചോളൂ, അദ്ദേഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ പുള്ളിക്കാരത്തിയുടെയോ ആരുടെ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ഒരു വെൽവിഷർ ആണെന്നുണ്ടെങ്കിൽ അവർ നന്നായി വരാൻ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതല്ല ഇപ്പൊ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഡീഗ്രേഡ് ചെയ്ത് അവരെയും കൂടെ മെന്റലി തളർത്തി ഇനിയിപ്പോ എന്നെ കൊണ്ട് ഒരു കഴിവും ഇല്ലേന്ന് സ്വയം തോന്നുന്ന പോലെ ആക്കും ചിലര് അല്ലേ. അത് ചെയ്യരുതെന്ന് മാത്രമേ, വെറുതെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് വിട്ടേക്കൂ, അവരവരുടെ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാം. സത്യം, പണ്ട മനുഷ്യര് പറയുന്ന പോലെ ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ പറയരുതേ. അത് ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ്. അത് എല്ലാരും കേൾക്കണമെന്നുണ്ടോ? എല്ലാരും ഞാൻ എന്നൊരു പ്രയാസം ഉണ്ടല്ലോ അല്ലേ, അത് വിട്ടിട്ട് കളിക്കുന്നില്ലല്ലോ ആരും. ഞാൻ ഇസ് ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ല. പക്ഷെ അതും നല്ലതാ ചേച്ചി. അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, ഈ ലോകത്തിൽ വേറെ ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. അതും ഒരു വിധത്തിൽ നല്ല, എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ സത്യം, ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല അല്ലേ. പക്ഷെ ഇവിടെ ക്രോസ് ചെയ്യാം. എന്താ അറിയോ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമല്ലോ, ഇവിടെ ക്രോസ് ചെയ്താലേ ഞാൻ ഡൈനിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനാണ് വന്നേക്കുന്നത് അല്ലേ. ഒന്ന് പോയാലോ, ലിമിറ്റ് ക്രോസ് ചെയ്യാം ഇവിടെ.
സ്പെഷ്യൽ ഫുഡാണ്. ചോറും കറിയും ഒന്നുമല്ല, ഓണത്തിന് സദ്യയും ഇല്ല, എന്നാ പച്ചക്കറി എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി കേട്ടോ. പുതിന അല്ല, സോറി, അല്ല പച്ചക്കളർ കണ്ടിട്ട് പുതിന റൈസ് അതൊക്കെ അല്ല. ആക്ച്വലി ശരിക്കും ശിവത അപ്പുറത്ത് തമിഴിലും മലയാളം എല്ലാം ചെയ്തുമ്പോ ഫുഡ് ഭയങ്കര ഇതല്ലേ, ഡിഫറെന്റ് അല്ല. ബട്ട് ഇവിടെ വന്ന് കഴിക്കുമ്പോഴും രണ്ട് കൾച്ചർ അല്ലേ, രണ്ടും രണ്ട് ഇതായിട്ടല്ലേ വരിക. അവിടെ ചെന്നാൽ മറ്റേ ലെമൺ റൈസ്, പുളിഗോദരി സാദം ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോ നമ്മുടെ നാടൻ ഭക്ഷണം എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്ക് രണ്ടും ഓക്കെയാണ്. കാരണം ഞാൻ വളർന്നത് കുറച്ച് സ്കൂളിങ് അവിടെയായിരുന്നു. അപ്പൊ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഗംഭീരമായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അമ്മ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അവിടുത്തെ അപ്പുറത്തുള്ള ആന്റിമാരോടൊക്കെ ചോദിച്ച് പഠിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ എനിക്ക് രണ്ടും ഓക്കെ. അമ്മ ബേസിക്കലി ഫ്രം മലയാളീസ് അല്ലേ? ബേസിക്കലി മലയാളീസ്. അപ്പൊ നിങ്ങൾ സ്കൂൾ ടൈം ഒക്കെ അവിടെയായിരുന്നു? സ്കൂൾ 6th വരെ അവിടെയായിരുന്നു. മലയാളം ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അച്ഛന് നിർബന്ധമായിരുന്നു, അച്ഛനും അമ്മയ്ക്ക് മലയാളം പഠിക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് മലയാളം എഴുതാൻ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ ഇവിടെ വന്നിട്ടാണ്. അതുവരെ അച്ഛൻ ഈ ട്രാവലും ട്രാൻസ്ഫർ കം പ്രൊമോഷൻ അങ്ങനെ ബെല്ലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ കുറെ സ്ഥലങ്ങളിൽ പോയി, വൈശാഖ്, ചെന്നൈ, അവിടെ പോയി അവസാനം ഞങ്ങൾ ഇവിടെ കൊണ്ട് സെറ്റിലാക്കിയിട്ട് പിന്നെ അച്ഛൻ മാത്രമേ. അപ്പൊ പക്ഷേ 6th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് കേരളത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഫസ്റ്റ് മൂവി അല്ലായിരുന്നു തമിഴ്? അത് കുറച്ച് കൊടും തമിഴല്ലേ സംസാരിക്കില്ല? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെന്നൈയിൽ പിന്നെ വർക്ക് ചെയ്തു, ചേച്ചി ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളെ നാട്ടിലാണെങ്കിലും ഞാനും അമ്മയും ഓൾമോസ്റ്റ് എല്ലാ മാസവും കുറച്ച് ദിവസങ്ങൾ ചെന്നൈ ആയിരിക്കും. അച്ഛന്റെ കൂടെ പോയി ക്വാർട്ടേഴ്സിൽ പോയി നിൽക്കുക, അതല്ലെങ്കിൽ ചേച്ചിയുടെ ഹോസ്റ്റലിന്റെ അവിടെ. അപ്പൊ ഞങ്ങള് തമിഴായിട്ട് നല്ല തമിഴ് ഓക്കെ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, മറ്റേ അതിനകത്ത് കുറച്ച് ചെൻ തമിഴ് എന്നൊക്കെ ഗ്രാമീണ തമിഴ് ഇപ്പോഴും കുറച്ച് പ്രശ്നമാണ്. പക്ഷെ ഞാൻ അതിന് വേണ്ടി പറയില്ലേ, നമ്മൾ കുറച്ച് മെനക്കെടുമല്ലോ. അപ്പൊ അങ്ങനെ മെനക്കെടുത്തു. ബേസിക്കലി തമിഴ് അറിയാമെങ്കിൽ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മതി അല്ലേ? ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്ന് ഡയറക്ടർ നിർബന്ധമായിരുന്നു. അപ്പൊ ഇതുവരെയുള്ള തമിഴ് പടങ്ങളൊക്കെ ഞാൻ തന്നെ ഡബ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ഇടയിൽ ശിവത വന്ന് പറഞ്ഞു പോയതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ടാണ് ഒരാളെ കിട്ടിയെന്നുള്ളത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി ആരാന്ന്. അതെന്താ അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് മുരളിനെ മീറ്റ് ചെയ്തതും. ലവ് മാരേജ്, സെയിം കോളേജ്, സീനിയർ. ഓക്കെ. പുള്ളി ഫിലിമിൽ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്. ആള് ഫസ്റ്റ് മൂവി വിനയൻ സാറിന്റെ പടത്തിൽ ഹീറോ ആയിരുന്നു. ശരി. നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ചെയ്യാതെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും സിനിമ ഫീൽഡ് ഭയങ്കര പ്രശ്നം. അറിയാം അപ്പൊ ഫിലിമിനെ കുറിച്ച്. അങ്ങനെയല്ല, രണ്ടുപേരും സിനിമ ഫീൽഡ്, രണ്ടുപേർക്കും ഒരു അൺസർട്ടനിറ്റി ആണ്. മുരളിയുടെ ആദ്യത്തെ പടം അധികം ഇതായിട്ട് പോയില്ല, എന്റെയും പോയില്ല. ഇനി ഇവരെന്ത് ചെയ്യുന്നു, വീട്ടുകാർക്കൊക്കെ ഒരു ടെൻഷൻ ആയി കഴിഞ്ഞപ്പോ ആളതിനൊരു പോസ് ഇട്ട് ആള് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പൊ വീണ്ടും തിരിച്ച് വന്നു തുടങ്ങി. കാരണം ഉള്ളിന്റെ ഉള്ളൊരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ചിലപ്പോ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടാവും ആക്ടിങ്ങിനോട്. അപ്പൊ പിന്നെ എത്രയായാലും ഹൈലൈറ്റ് ഇങ്ങനെ വലിക്കാന്ന് പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ. കുറച്ചു കാലം ചെന്നൈയിൽ ഉണ്ടായ സമയത്ത് ആൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പറയും, ഇപ്പൊ തനിക്കല്ലേ വന്നോണ്ടിരിക്കുന്നത്, ചെയ്തു അങ്ങനെ പറയും. അപ്പൊ തമിഴില് കുറച്ചുപേരും ഡയറക്ഷൻ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. വിജയ് സേതുവിന്റെ പടത്തിലൊക്കെ വർക്ക് ചെയ്തു, 96 ആ ഒരു ടീമിന്റെ കൂടെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവിടെ മധുവിധ സിനിമയിൽ ചെറുതായിട്ട് വീണ്ടും അഭിനയിച്ചു തുടങ്ങി. ആള് അത് സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ അതാ ചോദിച്ചത്, എഞ്ചിനീയറിംഗ് ആണോ ആക്ടിങ് ആണോ ഒരു പിടുത്തമില്ല, പക്ഷെ ഒന്നും അറിയണം എന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതാ ഞാൻ പറയാം, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നെവർ ലൂസ് ദാറ്റ്. ശിവത ആസ് ആൻ ആക്ട്രസ് ടു അച്ചീവ് സംതിങ്, അല്ലെങ്കിൽ ഞാൻ ക്യാൻ ഡു ബെറ്റർ, അല്ലെങ്കിൽ അത് ചെയ്യണം, ആ ക്യാരക്ടർ വേണമായിരുന്നു, എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തു? കുറെ തോന്നുന്നുണ്ട് ചേച്ചി. ഞാൻ ചെയ്തപ്പോൾ ഇത് എനിക്ക് കുറെ പേർക്ക് തോന്നിയിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സ്ക്രീൻ വരുമ്പോൾ ഞാൻ ഐ നെവർ ഫീൽ സാറ്റിസ്ഫൈഡ്. അയ്യോ അത് ശരിയാക്കായിരുന്നു, ഇത് ശരിയാക്കി, എപ്പോഴും തോന്നാറുണ്ട്. ശരിക്കും ഇത്രയും പേരുമായിട്ട് വർക്ക് ചെയ്തു, തമിഴിലായാലും മലയാളത്തിലായാലും. അപ്പൊ ശരിക്കും നമുക്കൊരാള് ഒരു വാക്കാൽ യു ഡിഡ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വലിയ അവാർഡ് കിട്ടിയെന്ന് തുല്യ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു? എന്റെ തമിഴ് ഒരു പടത്തിൽ നെഗറ്റീവായിട്ട് ചെയ്തിരുന്നു, വില്ലനായിട്ട് ചെയ്തതില്. അത് കണ്ടിട്ട് ശിവകാർത്തികേയനും അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചെന്നെ എന്നോട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഒരു സന്തോഷം. ശരിക്കും അല്ലേ, നമുക്കൊരു എനർജി കിട്ടും. ശരിക്കും ശിവത ചിരിക്കുമ്പോഴല്ലോ, അനുശ്രീ ചിരിക്കുന്നതിന് ഭയങ്കര ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനല്ലോ ഫസ്റ്റ് പേഴ്സൺ അല്ല. നല്ലൊരു സിസ്റ്ററിനെ പോലെയൊക്കെ തോന്നും, ഒരു കൂടപ്പുറപ്പ്. ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഒരുമിച്ച് എടുത്തിട്ട് കുറച്ച് ദിവസമായി, അത് പണ്ട് 12th മാന സമയത്ത് എടുത്തിട്ട് ഫോട്ടോയിൽ അടിയിലുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ആണോ. ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു ചിരിയിലൊക്കെ ഭയങ്കരമായിട്ടല്ലേ? എനിക്ക് മാത്രം തോന്നിയില്ലല്ലോ, എല്ലാവർക്കും തോന്നിയതാണ്. ആസ് എ വർക്കിംഗ് മദർ, ഒരു നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഫാമിലി നോക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മോളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി പക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹൗ യു മാനേജ് ദിസ്? ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. There is no other way. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഓടും, ഞാൻ നന്നായിട്ട് അതിന് വേണ്ടി കഷ്ടപ്പെടും. കാരണം ഇപ്പൊ മറ്റന്നാൾ ഷൂട്ടിന് പോകാന്ന് പറഞ്ഞല്ലോ, ഇറ്റ്സ് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് ഇപ്പോഴത്തെ സ്കൂളില് പണ്ട് ചോക്ലേറ്റ് കൊണ്ടുപോകാൻ തീരുമായിരുന്നു, ഇപ്പൊ അതല്ല, റിട്ടേൺ ഗിഫ്റ്റും അങ്ങനെ കുറെ അതാണ്, സ്വീറ്റ്സ് കൊണ്ടുപോകാൻ പാടില്ല. ആൻഡ് മോർ ഓവർ നെക്സ്റ്റ് വീക്ക് ആൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ ആണ്, അതെല്ലാം പ്രിപ്പയർ ചെയ്തു.
ഡ്രസ്സ് ഇൻക്ലൂഡിങ് ചെയ്തു. അപ്പൊ ഞാനാണ് യൂഷ്വലി മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വേറൊരു ആള് റെഡിയാക്കി. അതേപോലെ അത് കഴിഞ്ഞിട്ട് എക്സാം ആണ്. ഇപ്പോഴേ ഇരുന്ന് കുറച്ചേശ്ശെ എല്ലാ ദിവസവും. അപ്പൊ ഞാൻ കിട്ടുന്ന സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവളുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചാൽ, മറ്റേത് കുഞ്ഞുണ്ടാവുന്നേക്കാൾ മുമ്പ് ഞാൻ എന്റെ കാര്യം നോക്കി പോയത് തിരിച്ചു വരെ അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു വീടുണ്ട്, ഫാമിലി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത്ര എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ റെസ്പോൺസിബിൾ ആണ്. പിന്നെ മോറോവർ ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. എന്റെ പേരൻസ് ആയാലും ശരി, മുരളിയുടെ പേരൻസ് ആയാലും ശരി, മുരളി ആയാലും ശരി. സോ അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിശ്വസിച്ച് ഓക്കെ ഞാൻ പോയാലും എന്നെക്കാളും കൂടുതൽ നോക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും വിളിച്ച് ഇങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും മേ ബി വീടിന്റെ ഓരോ ബില്ലുകളൊക്കെ ഇരുന്ന് അടച്ചോണ്ടിരിക്കുന്നത്. ലിറ്ററലി ഞാനപ്പോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ എടുത്ത് മുരളി താൻ അവിടെ സീൻ്റെ വരെയൊക്കെ ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആണ്. കറക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷെ 100 കൂട്ട കാര്യങ്ങളായിരിക്കും. ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പൊ ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് ടിക്കറ്റ് പോകും. ഇന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. നമ്മുടെ വർക്ക് ഒരു സൈഡിലുണ്ട്, ഇതും കൂടെ ഉണ്ട്. അപ്പൊ പക്ഷെ എന്തോ നമ്മുടെ മൾട്ടി ടാസ്കിങ് ആണോ എന്താണെന്നറിയില്ല. പക്ഷെ ഓക്കെ ആയിട്ട് പോകുന്നു. ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ. ഞാൻ എന്തായാലും ഒരു കാര്യം ചോദിച്ചു, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പുതിയ ഓണവിഭവം തരട്ടെ. ഓണവിഭവം ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇത് സ്പിനാച്ച് റൈസ് ആണേ, മല്ലിയിലല്ല. വിട്ടു, പുതിനയൊക്കെ വിട്ടു. അത് ക്വൈറ്റ് ഡിഫറെന്റ്. നമ്മൾ എപ്പോഴും കഴിക്കുന്നതിന് ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്നും കഴിക്കാൻ ഇത് തട്ടാൻ ചോദിച്ചാൽ പറയാം അയ്യോ വേണ്ട ചോറും കറിയും മതി എന്ന് പറയും. വെജില് കൂടുതൽ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. പണ്ടേ വെജാണ്, ഇപ്പോഴാണ് ഇച്ചിരി നോൺ വെജ്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് മീനും ചിക്കനും വീട്ടിൽ വാങ്ങിക്കായിരുന്നു അമ്മ കഴിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അച്ഛനാണ് ആ സമയത്ത് കുക്ക് ചെയ്യുക. എന്റെ വീട്ടിൽ അച്ഛൻ കുക്ക് ചെയ്യും, ഹസ്ബൻഡും എല്ലാ ആളുകളും എല്ലാവരും കുക്ക് ചെയ്യും. അപ്പൊ അച്ഛനാണ് ചിക്കനോ മീനോ മേടിച്ചോണ്ട് വന്നത്. അത് വല്ലപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യം തോന്നിയില്ല. കൂടുതൽ വെജ് ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അല്ലേ നോൺ വെജ് കഴിക്കില്ലെന്നല്ല, ചിക്കൻ വരെ എത്തി നിൽക്കുന്നു. ഫിഷ് തൊട്ടിട്ടില്ല? ഫിഷും ചിക്കനും അവിടെ വെച്ച് നിൽക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയില്ല. എനിക്ക് അറിയില്ല, എനിക്ക് അത് കിട്ടിയാ കഴിക്കുന്നല്ലാണ്ട് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കഴിക്കും. എനിക്ക് പക്ഷെ പ്രിഫറബിളി ഇങ്ങനത്തെ വെജിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി തരാണെങ്കിൽ കുഞ്ഞിന് ഏതാ ഇഷ്ടം? കുഞ്ഞിന് വെജാ നോൺ വെജ് കഴിക്കും. ഞാൻ അവളോട് കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലും ഉണ്ടാക്കുകയും ചെയ്യും. മുരളി കഴിക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആള് കഴിക്കുന്നത് അത് അവളുടെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ പനീർ ബട്ടർ മസാലയോ അല്ലെങ്കിൽ പുലാവോ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ശിവത കുഞ്ഞിനെ വളർത്തുന്ന രീതി നല്ല രസമാണ്. കാരണം ഇപ്പം ഫോഴ്സ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. മീൻ കഴിച്ചേ പറ്റുള്ളൂ, കണ്ണിന് നല്ലതാ, സ്കിന്നിന് നല്ലതാന്നൊക്കെ പറഞ്ഞു വെച്ച് അതൊക്കെ ഞാനും പറയാറുണ്ട്. പക്ഷെ പിന്നെ കുറച്ചേരം മാറി നിന്ന് ചിന്തിക്കുമ്പോ എന്തിനാ ഞാനത് പറഞ്ഞെന്ന് ഓർക്കും. പിന്നെ അതേപോലെ ഞാൻ വിടും. കറക്റ്റ്, ഞാനേ ചെയ്തില്ല, പിന്നെ എന്റെ കൊച്ചിനെ എന്നത്തിനാ നിർബന്ധിച്ചത്. പക്ഷെ പണ്ട് അമ്മമാര് പറയുന്നത് എനിക്കോ ചെയ്യാൻ പറ്റിയില്ല, നീ എങ്കിലും ചെയ് എന്ന് പറയുന്ന അമ്മമാരും ഉണ്ടില്ലേ? ഇല്ല എന്ന് പറയുന്നത് നേരത്തെ ശിവതയുടെ അമ്മ ഉപദേശമല്ലേ, എനിക്കോ എന്റെ ഡ്രീം ഫിൽ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നീയെങ്കിലും അത് ഫിൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അമ്മ, അത്രയും നല്ലൊരു അഡ്വൈസ് തരിക എന്ന് പറയുന്നത് സംതിങ്. എനിവേ ആ അമ്മയുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് പോലെ തന്നെ ശിവതയ്ക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഐ ബ്ലെസ്. എന്റെ പ്രേക്ഷകർ എല്ലാം പ്രാർത്ഥനയും ബ്ലെസ്സിങ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് ഫോർ സെർവിങ് ഇത്രയും നല്ലൊരു അടിപൊളി ഡിഷ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇവിടെ വന്നതിന് ഞാനൊരു ഗിഫ്റ്റ് തരണ്ടേ? ഉണ്ടോ? ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു പ്രോത്സാഹന സമ്മാനം. താങ്ക് യു. അപ്പം എന്താ പറയാ, എന്റെ പ്രേക്ഷകര് ശിവതയുടെ കുറെ വിശേഷങ്ങൾ കേട്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു ശിവത മലയാളത്തിലില്ല, മൊത്തം തമിഴിലാണ് ഇങ്ങനെ ഫുൾ ഫ്ലെജ്. എനിവേ നമ്മുടെ ഒരു മലയാളി കുട്ടി അവിടെ പോയി ഒരു വലിയ ഹീറോയിനായിട്ട് ഒരു പേര് സമ്പാദിച്ച് നല്ലൊരു ആക്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു സന്തോഷം തന്നെയല്ലേ. വി ആർ പ്രൗഡ്. അതുകൊണ്ട് ശരിക്കും പറയാം നമ്മുടെ പ്രേക്ഷകർ എന്താ ചെയ്യുക, ബ്ലെസ്സിങ്സ് കൊടുക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, good night. Ali's Kitchen. Let's cook with love.